ഡൽഹിയിലെ ബി.ജെ.പിയുടെ വമ്പൻ വിജയം എല്ലാവരെയും ഞെട്ടിച്ച കൂട്ടത്തിൽ ബി.ജെ.പിയിൽ മുൻപുണ്ടായിരുന്ന സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിയെയും ഞെട്ടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം പുള്ളി ഫേസ്ബുക്കിൽ കുറച്ച് മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ കുറേയധികം കാര്യങ്ങൾ എഴുതി ചേർത്തിരുന്നു. ആദ്യം ഞാൻ ആ കാര്യമൊന്ന് വായിക്കാം. ആ എഴുതി ചേർത്തിരുന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എത്രത്തോളം സന്ദീപ് വാര്യർക്ക് ബി.ജെ.പിയുടെ വിജയം ദഹിച്ചു അല്ലെങ്കിൽ ദഹിച്ചില്ല എന്നുള്ളതൊക്കെ തന്നെ. സന്ദീപ് വാര്യർ എഴുതി ചേർത്ത കാര്യമെന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി വൈചാരികമായി കോൺഗ്രസ് വിരുദ്ധ പാർട്ടിയാണ്. അത് രൂപം കൊണ്ടതേ കോൺഗ്രസ് വിരുദ്ധ പ്രസ്ഥാനമായി RSS പിന്തുണയോടെയാണ്. പ്രത്യാശാസ്ത്രപരമായി ആം ആദ്മി പാർട്ടിക്ക് ബി.ജെ.പിയോട് വിരോധമുണ്ടാകേണ്ട കാര്യമില്ല. കോൺഗ്രസ് 2 തിരഞ്ഞെടുപ്പുകളായി ഡൽഹിയിൽ വിജയിച്ചിട്ടില്ല എന്ന് കരുതി ആം ആദ്മി പാർട്ടിയുടെ ജൂനിയർ പാർട്ണറായി കെജ്രിവാളിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് രാജ്യതലസ്ഥാനത്ത് ഒതുങ്ങിക്കൂടാൻ അല്ല, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തി തിരിച്ചു വരാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തതെന്നും ദേശീയ തലത്തിൽ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ബി.ജെ.പിക്ക് എതിരായി നിലകൊള്ളുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾക്കൊള്ളിച്ച് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുമ്പോഴും രാജ്യത്തെ ഓരോ ഗ്രാമങ്ങളിലും പ്രവർത്തകരും വോട്ടും ഉള്ള കോൺഗ്രസ് പാർട്ടി സ്വയം ശക്തിപ്പെടുക എന്നുള്ളതും അനിവാര്യമാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തന പാത സുഖകരമൊന്നുമാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. കല്ലും മുള്ളും നിറഞ്ഞ് ആ പാതയിലൂടെ മുന്നേറി രാജ്യത്തെ ജനാധിപത്യത്തെ കോൺഗ്രസ് വീണ്ടെടുക്കുക തന്നെ ചെയ്യും. കോൺഗ്രസ് ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് ബി.ജെ.പിക്കെതിരായ ദേശീയ ബദൽ നിർമ്മിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഇന്ത്യയിലെ മതനിരപേക്ഷ വിശ്വാസികൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഏക പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന പരിപൂർണ ബോധ്യമുണ്ട്. ഇന്ത്യയിലും കേരളത്തിലും കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കോൺഗ്രസ് പരാജയപ്പെടുത്തിയത് പതിറ്റാണ്ടുകൾ നീണ്ട സമര പോരാട്ടത്തിലൂടെയാണ്. ബി.ജെ.പിയെ തോൽപ്പിക്കാൻ അത്രയൊന്നും സമയം കോൺഗ്രസിന് വേണ്ട എന്നുള്ളതായിരുന്നു സന്ദീപ് വാര്യരുടെ ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പെന്ന് പറയുന്നത്. പക്ഷേ സന്ദീപ് വാര്യർ ഇട്ട ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ വന്ന കമൻറ്റുകൾ വായിക്കുമ്പോഴത്തേക്കും സന്ദീപ് വാര്യർക്ക് നല്ല രീതിക്ക് 20 എല്ലാ അർത്ഥത്തിലും സംഖ്യകൾ തന്നെ കൊടുക്കുന്ന തരത്തിൽ തന്നെ ആയിരുന്നു എന്നാണ്. അത് സംഖ്യകളും ഈ പറയുന്ന തരത്തിൽ കമ്മികളും ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം വളരെ വലിയ തോതിലാണ് സന്ദീപ് വാര്യർക്കെതിരെ കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യമെന്ന്. പിന്നെ ഈ സന്ദീപ് വാര്യർ കുറിച്ചിരിക്കുന്ന ഈ വാചകങ്ങളൊക്കെ തന്നെ സന്ദീപ് വാര്യർക്ക് എത്രത്തോളം കുരുക്കൾ പൊട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പാകത്തിനുള്ള വാചകങ്ങൾ തന്നെയാണ് സന്ദീപ് വാര്യർ അതിൽ എഴുതി ചേർത്തിരിക്കുന്നത് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാരണം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ പറയുന്ന ഡൽഹിയിൽ എത്രത്തോളം സീറ്റുകൾ നേടി എന്ന് പോലും പറയാനായിട്ടുള്ള ഒരു ഇതില്ല. കോൺഗ്രസ് തിരിച്ചു വരും അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷം എന്നൊക്കെ തരത്തിലുള്ള വാചകങ്ങൾ മാത്രമാണ് എഴുതി ചേർത്തത്. എന്നാൽ കോൺഗ്രസിന് അവിടെ എത്ര കിട്ടി എന്നുള്ളതിന് ഉത്തരമില്ല. ആകെ വട്ടപൂജ്യമാണ് അവിടുത്തെ കോൺഗ്രസ് നില എന്ന് പറയുന്നത്. 15 കൊല്ലത്തോളമായി ഒരു സീറ്റുമില്ലാതെ വട്ടപൂജ്യമായിട്ട് ആ സ്ഥലം ഭരിച്ച ആൾക്കാർ ഇപ്പോൾ നിൽക്കുന്നു. ഈ ഒരു അവസ്ഥ, ദയനീയ അവസ്ഥ, അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നിട്ടാണ് പറയുന്നത് ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ് ബി.ജെ.പിയെ തോൽപ്പിക്കാൻ അത്രയൊന്നും സമയം കോൺഗ്രസിന് വേണ്ട എന്നുള്ള തരത്തിൽ. സത്യത്തിൽ ബി.ജെ.പി എന്ന് പറയുന്ന പാർട്ടി അത് എല്ലാ തരത്തിലും ഒരു ഐക്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് കോൺഗ്രസ് മാതിരി ഇന്ത്യ സഖ്യം രൂപീകരിച്ചുകൊണ്ട് എല്ലാ തരത്തിലും ഈ അതിനുള്ളിലുള്ള പാർട്ടികളെയെല്ലാം വെറുപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവത്തില്ല എന്നുള്ളതും വാസ്തവം തന്നെ. അതുകൊണ്ട് തന്നെയാണ് അവർ പലയിടങ്ങളിലും തന്ത്രപരമായിട്ട്, അതായത് ജയിക്കാൻ കഴിയാത്തയിടത്ത് പോലും തന്ത്രപരമായി അവർ വിജയിച്ചു പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാജയം അവരാണ് എല്ലാം, അവർക്ക് താഴെയാണ് എല്ലാം എന്നുള്ള ഒരു ചിന്താഗതി അവർക്കുണ്ട്. അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത്. അതുതന്നെയാണ് കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവാനായിട്ടുള്ളൊരു കാരണം. ഒരു കുടുംബാധിപത്യം എന്നുള്ള തരത്തിൽ മുന്നോട്ട് പോകുന്നു. തങ്ങളല്ലാതെ മറ്റാരും തന്നെ കോൺഗ്രസിനെ ഭരിക്കാനായിട്ട് ഇല്ല എന്നുള്ള തരത്തിലുള്ള ഒരു അനാവശ്യ ചിന്താഗതി. ഇത് മാറ്റാതെ കോൺഗ്രസ് ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ബി.ജെ.പിയെ തോൽപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ബി.ജെ.പിയെ ഇനി മലർത്തിയടിക്കാനായിട്ട് കോൺഗ്രസ് എന്തായാലും ഇനിയും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്നുള്ളത് വാസ്തവമാണ്. അത് ഈ അടുത്ത കാലത്ത് നല്ല, അത് നടക്കാനായിട്ടുള്ള സാധ്യത നിലവിൽ വളരെയേറെ കുറവായിരുന്നു. ആകെയുള്ളൊരു പ്രതീക്ഷ ഇന്ത്യ സഖ്യം കൂട്ടിക്കൊണ്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ഇതായിരുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു സാമ്പിൾ ഡോസ് കണ്ടായിരുന്നു. അത് അതോടുകൂടി ശൂന്യമായി. കാരണം ആ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി തന്നെ വെടിയും പോഹയെല്ലാം തീർന്നു. ഇന്ത്യ സഖ്യം തന്നെ ഇപ്പോൾ പെരുവഴിയിലോട്ട് ആയി മാറിയിരിക്കുക തന്നെയാണ്.
ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും പൊട്ടക്കം പൊട്ടിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ്. നേർക്കുനേർ വന്ന സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസിന് വൻ പരാജയങ്ങൾ. BJPയെ തോൽപ്പിക്കാനായിട്ട് പോയിട്ട് BJPയോടൊപ്പം ഒന്ന് കരുത്ത് കാട്ടാൻ പോലും കോൺഗ്രസിന് സാധിക്കാത്ത നിലയിലോട്ടാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പോക്കെന്ന് പറയുന്നത്. അതിനിടയിലാണ് സന്ദീപ് വാര്യരുടെ വെടിക്കെട്ട് വാചകങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഈ വാചകങ്ങൾക്ക് താഴെ വന്ന കമൻറ്റുകൾ കാണുമ്പോഴത്തേക്കും സന്ദീപ് വാര്യർക്കിട്ട് നല്ല രീതിക്ക് സംഘികളുടെ ഒരു കൂട്ടാക്രമണം തന്നെ നടത്തി എന്നുള്ളത് വാസ്തവം തന്നെയാണ്.